രാധ, രാധ. മനു. ഹലോ രാധ, അച്ഛൻ ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. ഇരിക്കൂ. അറിയാതെ വന്നതിൽ അത്ഭുതപ്പെട്ടിരിക്കുമല്ലേ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വന്നത്. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. രാധ, ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. റേഡിയോയിൽ കേട്ടു. കേട്ടോ? അപ്പൊ പകുതി കാര്യം കഴിഞ്ഞു. ഇനി പകുതി കാര്യം രാധയാ തീരുമാനിക്കേണ്ടത്. ഞാനോ? അല്ലാതെ പിന്നെ ആരാ? അതിനുശേഷമേ ഞാൻ രാധയുടെ അച്ഛനുമായി സംസാരിക്കുകയുള്ളൂ. രാധ, ഐ ലവ് യു. ഇന്നും ഇന്നലെയോ അല്ല ഞാൻ രാധയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇന്നേ അത് തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടിയുള്ളൂ. പ്ലീസ് ഇത് വാങ്ങിക്കൂ. എന്തിനാ രാധ ലജ്ജിക്കുന്നത്? ഇത് വാങ്ങിക്കൂ. എന്താ രാധ ഇത് വാങ്ങിക്കാത്തത്? രാധേ, രാധയ്ക്ക് എന്നോട് അല്പം പോലും പ്രേമം തോന്നിയിട്ടില്ലേ? പ്ലീസ് രാധേ, പ്ലീസ്. ഇല്ലെന്ന് മാത്രം പറയരുതേ. ഇല്ല മനു. മനു, കളങ്കമില്ലാത്ത നിങ്ങളുടെ പെരുമാറ്റം കാണാനാണ് ഞാൻ ഇത്ര അടുത്ത് പെരുമാറിയത്. ഒരനിയത്തെ എങ്ങനെ സ്നേഹിക്കുമോ അതുപോലെയാണ് ഞാൻ സ്നേഹിച്ചിട്ടുള്ളത്. രാധേ, എനിക്കൊരു അനുജത്തിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ സ്നേഹം ഞാൻ മറ്റൊരു വിധത്തിൽ കരുതില്ലായിരുന്നു. രാധയ്ക്കെന്നോട് ശകലം പോലും പ്രേമം തോന്നിയിട്ടില്ലേ? ഇല്ല. എനിക്ക് സൗന്ദര്യമില്ല, പേഴ്സണാലിറ്റി ഇല്ല, അതുകൊണ്ടായിരിക്കുമല്ലേ? അതുകൊണ്ടൊന്നുമല്ല മനോഹർ. മനോഹർ പേര് നല്ല പേരാണ്. പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് ശരിയല്ല രാധേ. കണ്ണുണ്ട്. വിത്ത് യുവർ പെർമിഷൻ ഞാനിത് മുറിയുടെ ഏതെങ്കിലും മൂലയിൽ വെച്ചോട്ടെ. വളരെ സന്തോഷത്തോടാണ് ഞാനിത് കൊണ്ടുവന്നത്. ഇതും കൈ പിടിച്ചുകൊണ്ട് വെളിയിൽ പോകുന്ന ആരെങ്കിലും കാണണ്ടെന്ന് കരുതിയാണ്. എന്താ? ഈ കുപ്പത്തൊട്ടി എനിക്കിപ്പോ വളരെ വിലയേറിയ വസ്തുവാണ്. ഈ പൂക്കൾ സാധാരണ പൂക്കളല്ല, എന്റെ ഹൃദയമാണ്. ഞാൻ പോയതിനു ശേഷം അറിഞ്ഞോ അറിയാതെയോ അതെടുത്ത് ഇടരുതെന്ന് കരുതിയാണ്. ഇത്തരം വാക്കുകൾ പറഞ്ഞെന്നെ വേദനിപ്പിക്കല്ലേ മനു. ഞാൻ നിന്നെ വേദനിപ്പിക്കൂ? അതൊരിക്കലും ആവില്ല. നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചേന് നീ എന്ത് ചെയ്യാൻ? ഇത്തരം തെറ്റിദ്ധാരണ ഉണ്ടാവാൻ എന്റെ പെരുമാറ്റമാണ് കാരണം. എന്നെ മറക്കണം. It's all right. Love is a game of chance. I lost it in the finals. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്ത്? ഇത് മനുവിന് ദുഃഖമാകുമോ എന്നറിയില്ല. ഇന്നും എനിക്ക് ദുഃഖമാണ്. ധൈര്യമായി പറഞ്ഞു. എന്റെ വിവാഹം നിശ്ചയിച്ചു. ഗുഡ് ന്യൂസ്. ആരാണ് വരൻ? നിങ്ങളുടെ സ്നേഹിതൻ രമേഷ്. രമേഷ്? അവൻ എപ്പോഴും ഭാഗ്യവാനാണ്. അന്ന് രാധ പറഞ്ഞില്ലേ, ടു ബി ഫ്രാങ്ക് വിത്ത് യു ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. അതിന്റെ അർത്ഥം പോലും മനസ്സിലാത്ത ഞാൻ ഇന്ന് വാചകങ്ങളുടെ മേലെ വാചകങ്ങൾ. There's a tide in the affairs of men which taken up the flood lead on to fortune and to fame. ഇതെല്ലാം പറയുന്ന എന്റെ ഇന്നത്തെ അന്തസ് കാണിക്കാനല്ല. ഒന്നുമില്ലാതിരുന്ന ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയതിന്റെ കാരണം എന്റെ കൂട്ടുകാരൻ രമേശനാണ്. എനിക്ക് അവനെ കാണണം. രാധ എന്തിനാ കരയുന്നത്?
നോക്കൂ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. അയ്യോ, ഇപ്പോഴല്ല, ഒരു 50 വർഷം കഴിഞ്ഞ്. എപ്പോഴും ചിരിക്കണം. കരയുന്ന എനിക്കിഷ്ടമല്ല. ബൈ ബൈ. രമേശ്, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ദ വിന്നർ. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ രാധയെ കണ്ടു. കണ്ടോ? ക്ഷമിക്കണമെന്ന്, ഇത്രയും നാളും ഞാൻ നിന്നെ കബളിപ്പിക്കുകയായിരുന്നു. നമ്മൾ തമ്മിൽ ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കബളിപ്പിച്ചതിന്റെ കാര്യമാണെങ്കിൽ എന്നെ കബളിപ്പിച്ചത് ഞാൻ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഈ ഒരു വാശിയുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിന് ഒരു ഉയർച്ച ഉണ്ടാകട്ടെന്ന് കരുതിയാണ് രാധ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള വിവരം മനഃപൂർവ്വം നിന്നിൽ നിന്ന് ഞാൻ വിളിച്ചു വെച്ചത്. അത് നന്നായി രമേശ്. അന്ന് ഞാൻ ഈ വിവരം അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് എന്തൊക്കെ സംഭവിക്കുമായിരുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. മനു, നീ എന്നോട് ക്ഷമിക്കും. സത്യത്തിൽ ഞാനാ ക്ഷമ ചോദിക്കേണ്ടത്. നിന്നെയാ രാധ സ്നേഹിക്കുന്നത് എന്നറിയാതെ ഞാൻ എന്തൊക്കെ പറഞ്ഞു. അതെല്ലാം നീ ക്ഷമിച്ചില്ലേ രമേശ്? നല്ല ചേർച്ച. ചേരേണ്ടവന്നിൽ ചേർന്നാലേ അത് ചേർച്ചയെന്ന് പറയാൻ പറ്റൂ. കൺഗ്രാറ്റ്സ് മൈ ഫ്രണ്ട്. മനു, ഒരു കാര്യം ഞാൻ പറയാം. അതിഥികളെന്നും പറഞ്ഞ് സ്വന്തക്കാര് ബന്ധുക്കാര് ആരെങ്കിലും ഇതിനകത്ത് കയറ്റിയാണെന്നുണ്ടല്ലോ, ഞാൻ ഈ പുള്ളി കളി അറിയുന്നത്. ആ സുരക്ഷായും കേട്ടില്ല, ഞാൻ ചുമ്മാ പോരെ. മനു, മനു, അല്പനേരം നീ ഇവിടെ എനിക്ക് ഷൂട്ടിങ്ങിന് പോകണം. ആ പോകാൻ ഇരിക്കേ. അന്ന് നീ ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ കല്യാണം നമുക്ക് വേഗം നടത്താം. നിന്റെ ഇഷ്ടത്തിനെതിരായി അമ്മ ഒന്നും പറയില്ല. അന്ന് ഞാൻ തമാശ പറഞ്ഞതാ. അന്ന് ഞാനും ഒരു തമാശ പറഞ്ഞ. ഇപ്പോഴെങ്കിലും അമ്മേ കല്യാണത്തെ പറ്റി ആലോചിക്കുന്ന. ആലോചിക്കാതെ പിന്നെ? വീടായാൽ ഒരു പെണ്ണ് വേണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരു സ്ത്രീത്വം ഉണ്ടാവില്ല. എന്റെ അമ്മയ്ക്കുള്ളതിൽ കൂടുതൽ ശ്രീത്വം വേറെ ആർക്കുമില്ല. ഇത്രയൊക്കെ പറയാൻ ഞാൻ എന്താടാ ചെയ്തിട്ടുള്ളത്? മുറുക്കാൻ ചെല്ലാൻ കയ്യിലെടുത്തെങ്കിൽ കൂടി 5 മിനിറ്റ് കഴിയുമ്പോൾ 10 വട്ടം പറയെടുക്കും. അമ്മ എന്നെ 300 ദിവസം വയറ്റി ചുമന്നല്ലേ. അത് പെണ്ണായി ജനിച്ച് ആരും ചെയ്യുന്ന കാര്യമില്ല. നീ സിനിമയിൽ പറഞ്ഞ വാചകങ്ങളെല്ലാം പറഞ്ഞ് അമ്മയെ കബളിപ്പിക്കാൻ നോക്കണ്ട. എന്താണ് എന്റെ ഉദ്ദേശം? അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റണം, അതാണ് എന്റെ ഉദ്ദേശം. പിന്നെ വേറൊരു കാര്യം കൂടി. എന്താ മോനെ? ഇന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് പാൽ കുടിക്കണം. നിനക്ക് കുടിക്കാനല്ലേ പാല് വെച്ചിരിക്കുന്നത്? എടുത്ത് കുടിച്ചു. അത് പറ്റില്ല, അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ കുടിക്കണം. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. മോനെ, ഞാൻ വേറെ പാല് കൊണ്ടുവരാം. വേണ്ട അമ്മേ, ഷൂട്ടിംഗ് സമയം. ഞാൻ പോട്ടെ. ഹലോ, പുരുഷം റെഡിയാ? അമ്മേ, ഒന്ന് ചുമ്മാ ഇരിയടാ. എനിക്കെന്തോ കാര്യമായ അസുഖം ഉണ്ടെന്ന് ഇവൻ ധരിച്ചു വെച്ചിരിക്കുന്നു. ഒന്ന് തല ചുറ്റി വീണപ്പോഴേക്കും റെസ്റ്റ് എടുക്കാൻ എനിക്കെന്താ വട്ട? ഡോക്ടർ ഇരിക്കും, ഞാൻ കാപ്പി കൊണ്ടുവരാം. അമ്മ ഇതുവരേക്കും അറിഞ്ഞില്ലല്ലേ? ഇല്ല. നന്നായി. മരണ ദിവസം എണ്ണി കഴിയുമെന്നുള്ളത് അത്ര സുഖമുള്ള കാര്യമല്ല. വിദേശത്ത് പോയാലും ബ്ലഡ് ക്യാൻസറിന് ചികിത്സയില്ലേ ഡോക്ടർ? കാര്യമായി ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. ഏതു നിമിഷവും എന്ത് സംഭവിക്കാം. എന്റെ കൈകൊണ്ട് പാല് കുടിക്കണമെന്ന് വിചാരിച്ചു. അതൊന്ന് കൊടുക്കാൻ സാധിച്ചില്ലല്ലോ ദൈവം. ഇവിടെ തന്നെ നിൽക്കുവന്നു. മനു,
മോനെ, എന്റെ മോനെ. അമ്മേ, അമ്മേ, ഡോക്ടർ, ഡോക്ടർ, ഡോക്ടർ. I think she is thinking. No! അമ്മേ, അമ്മേ, അമ്മ പോട്ടെ, എനിക്ക് ആരുണ്ട് അമ്മേ. അമ്മേ, എന്നെ അനാഥയെ വിട്ടുപോകരുത് അമ്മേ. അമ്മേ, എനിക്ക് അമ്മയ്ക്കും, എനിക്ക് അമ്മയ്ക്കും. എന്താ കുട്ടി ഇങ്ങനെ ഇമോഷണൽ ആയാലോ? എന്താണെന്നറിയില്ല സാർ, ഇന്നെനിക്ക് ഡയലോഗ് ശരിക്കും പറയാൻ പറ്റുന്നില്ല. എങ്ങനെയൊരു അനുഭവം ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ചെയ്യും, വിശ്രമിക്കും, നമുക്ക് പിന്നീട് എടുക്കാം. അയ്യോ, എന്റെ മോനെ, എന്റെ മോനെ. എങ്ങനെയുണ്ട് ഡോക്ടർ? നോക്കൂ പപ്പു, എത്ര സമയം വേണമെങ്കിലും എടുത്ത് ചെയ്തോളൂ. ടേക്ക് എത്ര വേണമെങ്കിലും എടുക്കാമല്ലോ. ക്ലൈമാക്സ് അല്ലേ? അമ്മ മരിക്കുന്ന സീന്. ഈ സീൻ നമുക്ക് നന്നാക്കാം. മറ്റൊന്നും ശ്രദ്ധിക്കണ്ട. ഓക്കെ? മനു ഇപ്പൊ വരും. ഇല്ല, അവൻ വരില്ല. എന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് എന്റെ മോനെ എനിക്കൊന്ന് കാണണം. മനു, മനു. വിവരമുണ്ടോ? ഉടനെ വരണമെന്ന് പറഞ്ഞ് സ്റ്റുഡിയോയിലേക്ക് ആളെ അയച്ചിട്ടുണ്ട്. മിസ്റ്റർ, എങ്ങോട്ടാ എങ്ങോട്ടാ അങ്ങോട്ടാ? എനിക്ക് പപ്പയുടെ ഒന്ന് കാണും. പപ്പിനെ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അർജന്റാണ്, കണ്ടേ മതിയാവും. അദ്ദേഹത്തിന്റെ അമ്മ ഒരു ആക്സിഡന്റ് പറ്റി അത്യാവശ്യ നിലയിൽ വീട്ടിൽ കിടക്കാണ്. എനിക്ക് അദ്ദേഹത്തെ ഉടനെ കൊണ്ട് അദ്ദേഹത്തിന് ഫുൾ ക്ലൈമാക്സ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ കായ് പറ്റില്ല. അതിനേക്കാൾ വലിയ ക്ലൈമാക്സ് ആണ് വീട്ടിൽ നടക്കുന്നത്. 1-2 മണിക്കൂർ നേരത്തെ ജോലിയുള്ളൂ. അതിപ്പോ തീർക്കാൻ എന്റെ മുതലാളിക്ക് ലക്ഷക്കണക്കിന് ഒറ്റ നഷ്ടം വരും. നിങ്ങളുടെ ഒരു ലക്ഷം, അവിടെ ഒരു ജീവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു കിടക്കുന്നു. അതിനിപ്പോ പപ്പു അവിടെ ഒന്നും ചെയ്യാനാ? ഡോക്ടർമാരല്ലേ വരേണ്ടത്. ഈ സിറ്റിയിൽ എത്ര നല്ല ഡോക്ടർമാരുണ്ടോ അവരെല്ലാം കൊണ്ടുവന്ന് അമ്മയുടെ ജീവൻ രക്ഷിക്കാം. ഞാൻ പറയുന്നു, ഒന്ന് കേൾക്കൂ, എന്നെ ഒന്ന് അകത്തേക്ക്. മിസ്റ്റർ, സംസാരിക്കാതെ വരണം പ്ലീസ്. കമോൺ, എന്നെ ഒന്ന് അകത്തേക്ക് എടുത്തു. എന്നെ വിട്ടു പോയതേ, വിട്ടു പോയതേ. ഒരുകാരുണ്ട് എനിക്ക് അമ്മയ്ക്ക് കുറിച്ച് വളർത്തുണ്ട്. വെരി ഗുഡ് മിസ്റ്റർ പപ്പു, യു ഹാവ് ഡൺ വെരി വെൽ. സാറിന് എന്നെ വളരെ ബുദ്ധിമുട്ടിച്ചില്ലേ? ഇല്ല, എനിക്ക് വെറുക്കൊന്നും ബാക്കിയുള്ളൂ. പപ്പുവിന്റെ ജോലി കഴിഞ്ഞു. എന്റെ മനു, ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസ് അത്യുഗ്രമായിരിക്കുന്നു. ഞാനും ഡയറക്ടറും വി ആർ വെരി ഹാപ്പി. ഈ ഒരൊറ്റ പടം മതി നിങ്ങൾക്ക്. ഇനി നിങ്ങൾ അഭിനയിക്കേണ്ടി വരില്ല. അതെന്താ? അത്രയ്ക്കും നന്നായിരിക്കുന്നു. ഇതുപോലെ ഒരൊറ്റ പടത്തിൽ നിങ്ങൾ അഭിനയിച്ചു കാണില്ല. ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ്. ഞാൻ അഭിനയിക്കുമല്ലായിരുന്നു സാർ. സീനില് അമ്മയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി. എന്റെ അമ്മയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് സാറിനറിയില്ല. സാർ, ഹായ് ലക്ഷ്മൺ. ഇന്ന് ഫ്ലോറിലൊന്നും കണ്ടില്ലല്ലോ. സാറിന്റെ അമ്മയ്ക്ക് ഇന്നൊരു ആക്സിഡന്റ് പറ്റി. വാട്ട്? കോഴിപ്പടയിൽ നിന്ന് വീണു കുറെ രക്തം വന്നു. മാധവൻ വന്ന് പറഞ്ഞപ്പോ ഞാനും കൂടെ പോയി ഡോക്ടർമാരെല്ലാം കൊണ്ടുവന്നു. സാറ് വരുന്നും കാത്ത് ഞാൻ പുറത്ത് നിൽക്കായിരുന്നു. എങ്ങനെയുണ്ട്? വളരെ സീരിയസ് ആണ് സാർ.
അമ്മേ. അമ്മേ. എന്റെ അമ്മ പോയടാ. നീ എന്നും എന്റെ കൈക്കുള്ളിൽ തന്നെയുണ്ട്. നിന്നെ എന്നെയും തമ്മിൽ പിരിക്കാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. എന്റെ മോൻ വലിയവനായി. എനിക്കിനി ഒന്നും വേണ്ട. ഒരാഗ്രഹം കൂടിയുണ്ട്. എന്റെ മോന്റെ മടി കിടന്ന് മരിക്കണം. അതെങ്കിലും സാധിക്കും മോനെ.